എടാ വണ്ടി താവണോടാ. ഹായ് ഫ്രണ്ട്സ്, അമലോക്സിൻ്റെ പുതിയ വീഡിയോയിലെ മച്ചന്മാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വരേണ്ടതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. നോക്കി നമുക്ക് എന്തായാലും മുമ്പ് തന്നെ തുടങ്ങാം. അപ്പോൾ ഇവിടേക്ക് തിരിയാച്ചെങ്കിൽ ഇവിടെ ഡയമണ്ട് കട്ട് അലോയാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മുമ്പും ബാക്കൊക്കെ ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് മങ്ങാടാണ് കേട്ടോ. ഇവിടെ നെയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാജിങ്ങൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നേരെ ഇങ്ങോട്ട് വരിക ചെയ്താൽ ഇവിടെയാണ് ലൈറ്റ് വന്നിട്ടുള്ളത്. ഒരു LED പ്രൊജക്ടർ പോലത്തെ ഒരു ലൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കൂൾ ഗോ എന്ന് എഴുതിയിട്ടുള്ളൊരു ബാജിങ്ങും അതേപോലെ അതിൻ്റെ ഡിസൈനും ഇവിടെ ജോയ് ബൈക്ക് എന്നുള്ളൊരു ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നേരെ ഇങ്ങോട്ട് വരാച്ചെങ്കിലാണ് ഇവിടെയാണ് മിറർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണ് ഡിസ്ക് ബ്രേക്കിൻ്റെ ഓയിലാണ് കേട്ടോ. രണ്ട് വശത്തും ഉണ്ട്. ഇവിടെ പിന്നെ ഇൻഡിക്കേറ്റർ, ഇവിടെ പിന്നെ വിൻഡ് ഷീൽഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ അതേപോലെ തന്നെയാണ്. അവിടെ നേരെ ഇങ്ങോട്ട് തിരിയാച്ചെങ്കിൽ ഇവിടെ ഒരു പ്ലെയിൻ ഭാഗമാണ്. അവിടെ നേരെ ഇങ്ങോട്ട് തിരിയാച്ചെങ്കിൽ ഇതിങ്ങനെ പതുക്കെ നെക്കി കൊടുത്താൽ കണ്ടോ സാധനം പോകുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാനും പറ്റും, പിന്നെ തുറക്കാനും പറ്റും. അങ്ങനത്തെയാണ് ഇത്. അപ്പോൾ അവിടെ നേരെ ഇങ്ങോട്ട് വരിക ചെയ്താൽ ബാക്കിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഷീൽഡാണ് ഇത്. പിന്നെ അവിടെ നേരെ നോക്കുക, ഇവിടെയാണ് കേട്ടോ ഗ്ലോബ് എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തും അതേപോലെ അതിൻ്റെ ഒരു ബാജിങ്ങും കൊടുത്തിട്ടുള്ളത്. അവിടെ നേരെ ഇങ്ങോട്ട് വരികയെങ്കിൽ ഇവിടെയാണ് ടൈലൈറ്റ് വരുന്നത്. ഇതൊരു സ്മോക്കി രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടെ നേരെ ഇങ്ങോട്ട് വരികയെങ്കിൽ ഇവിടെയാണ് ജോയ് ഈ ബൈക്ക്, അതേപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ, നോ ലൈസൻസ്, നോ രജിസ്ട്രേഷൻ, കസ്റ്റമർ സപ്പോർട്ട്, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ നേരെ ഇങ്ങോട്ട് വരികയെങ്കിൽ ഇവിടെ റിഫ്ലക്ടർ വന്നിട്ടുണ്ട്. ഇതൊന്നും വർക്ക് ചെയ്യില്ല കേട്ടോ. നേരെ ഇങ്ങോട്ട് വരികയെങ്കിൽ ഇതേപോലെ തന്നെ ഇവിടെ ഗ്ലോബ് എന്നൊരു എഴുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ നേരെ ഇങ്ങോട്ട് വരികയെങ്കിൽ ഇപ്പോൾ ഇവിടെ വരികയെങ്കിൽ ഇത് ഡിമ്മും ബ്രൈറ്റും ആണ് കേട്ടോ. അതുപോലെ ഇത് ഇൻഡിക്കേറ്റർ, ഇത് അസാൾട്ട് ലൈറ്റിൻ്റെ ആണ് കേട്ടോ. ഇത് ഹോണാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയെങ്കിൽ ഇവിടെയാണ് സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ഇതിൽ 3 മോഡുകളുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റിൽ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് ലൈറ്റ് ഇടുന്നതാണ്. പിന്നെ ഇത് P എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. ഇത് ഇട്ടാൽ വണ്ടി ഓടില്ല. വണ്ടി കാണിച്ചു തരാം കേട്ടോ. ഈ മീറ്ററിൽ ഇങ്ങനെ ഓണാക്കിയാൽ ഇതാണ്ടോ ഇപ്പോൾ Pയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇത് ഇട്ടാൽ വണ്ടി മൂവില്ല, ഇട്ട് കഴിഞ്ഞാൽ വണ്ടി മൂവ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഓണായി എന്ന് നമുക്ക് അറിയില്ല. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ത്രോട്ട് കൊടുക്കുക വെച്ചെങ്കിൽ ഓണായി എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ P എന്നുള്ളത്. പിന്നെ ഇത് ഇവിടെ റിവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ റിവേഴ്സ് നെക്കി പിടിച്ച് പതുക്കെ ഒന്ന് ഇങ്ങനെ കൊടുത്താൽ മതി. റിവേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഈ മീറ്ററിൽ 5 കട്ടേ ഉണ്ടാവുക. ഇപ്പോൾ 2 കട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് എത്ര മീറ്റർ നമ്മൾ എത്ര ഓടി എന്നുള്ളത് കാണുന്നതാണ്. നമ്മൾ ഓടിയിട്ട് ഒന്ന് ഓഫാക്കി പിന്നെ ഒന്ന് ഓണാക്കുമ്പോൾ നമ്മൾ എത്ര മീറ്റർ ഓടി അത് കാണും. പിന്നെ 2 സെക്കൻഡ് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും കേട്ടോ. അതുപോലെ ഇത് സ്പീഡ് ഇതാണ്, സ്പീഡ് കൂടുന്നതാണ്. അങ്ങനെ കൊടുത്താൽ സ്പീഡ് കൂടുന്നതാണ് കേട്ടോ. 17, ഇതിപ്പോൾ 1-ലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ മോഡ് കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ മോഡിൽ, ഇത് 3ാമത്തെ മോഡിൽ. ഇങ്ങനെ കയറി വെച്ചെങ്കിൽ ഒരു 35-40 ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറും കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ അവിടെ നേരെ അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി നമ്മളിതിപ്പോൾ ഓഫാക്കി, ഇത് പിടിക്ക്, ഓഫാക്കി. ഇതിൻ്റെ കീ ഒരു കാറിൻ്റെ ഒരു കീ പോലത്തെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് അൺലോക്ക് മറ്റേ കാറിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. ലോക്ക്, അൺലോക്ക്, അതുപോലെ തന്നെ ഇത് അലാറം. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ചാവി ഇല്ലാതെ തന്നെ നമുക്ക് ഓണാക്കാം. അത് എങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നമ്മളിതിപ്പോൾ ഓണായി. ഇനി ഇത് ഓഫാക്കണമെങ്കിൽ ഈ സാധനത്തിൽ നിന്ന് നിൽക്കുക, ഓഫായി. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ടു. അപ്പോൾ നമുക്ക് ഈ ചാവി നമ്മുടെ കയ്യിലുണ്ടാകുമല്ലോ. നമ്മളിപ്പോൾ എവിടെയും പോയി നിന്നിട്ട് നമ്മളെ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാതെ നമ്മൾ ചെയ്തു. അപ്പം നമുക്കിതാ ഈ അലാറത്തിൻ്റെ സംഭവമുണ്ട്. ഈ അലാറത്തിൻ്റെ ഈ സാധനം നിൽക്കുക, വണ്ടി ആകെ അലാറം അടിച്ചിട്ട് നിൽക്കും. അപ്പോൾ ആൾക്ക് ഒരു പേടി തോന്നും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ലോക്കിട്ട് പോകാൻ വിചാരിക്കുക. ലോക്കിട്ടു. ലോക്ക് ഇട്ടിട്ട് ഞാൻ
രണ്ട് തിരിയൊക്കെ തിരിച്ചു അങ്ങോട്ട് തിരിച്ചു ഉണ്ടാ. ഇങ്ങനെ തിരിച്ചാൽ ഇതിങ്ങനെ പോവും. പിന്നെ നമ്മൾ ബാക്കൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ സാധനം നമ്മൾ ഉന്തുമ്പോൾ ഇത് ഇങ്ങനെ പിടിച്ച് നിൽക്കും അവിടെ. അതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ. പിന്നെ നമുക്കിത് അൺലോക്ക് ആക്കിയിട്ട് കയറാം. അല്ല ഇപ്പോൾ ലോക്ക് ഇട്ടിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ തിരിച്ചാൽ ഉണ്ടാവും. ഇങ്ങനെ ഇത് വരും, അലാറം അടിക്കും. അപ്പോൾ അത് നമ്മൾ അൺലോക്ക് ആക്കിയിട്ട് കയറുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഭാഗത്ത്. പിന്നെ ഇതിൻ്റെ ഡിക്കിയാണ് കാണിച്ചു തരേണ്ടത്. ഡിക്കി അതിനെക്കാട്ടി മുമ്പേ ഇതാ ഇവിടെ ഒരു തൂക്കിയിടുന്ന സംഭവം ഇവിടെ ഉണ്ട്. അതുപോലെ എന്താ ഇവിടെ ഒരു നമ്മുടെ ചാർജൊക്കെ ചെയ്യണ ഒരു അഡാപ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയെങ്കിൽ ഇതാ ഇവിടെയാണ് നമ്മുടെ ചാർജ് ചെയ്യണത് ഭാഗം വരുന്നത്. ഇതിങ്ങനെ പതുക്കെ ഒന്ന് നെക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചാർജിങ്ങിൻ്റെ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ചാർജർ കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് നേരെ ഇതാ ഇങ്ങോട്ട് അടിക്കുക ഉണ്ടോ. അപ്പോൾ ഇതാ ഇവിടെയാണ് നമ്മുടെ ഡിക്കിൻ്റെ ഉള്ളിലത്തെ സ്പേസ് പറയണത്. ഒരു ഹെൽമറ്റൊന്നും കൊള്ളില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു ഭാഗം വന്നിട്ടുള്ളൂ. വലിയ സ്പേസ് ഒന്നുമില്ല. പിന്നെ ഇതാണ് അതിൻ്റെ ചാർജർ കേട്ടോ. ഇതാണ് അതിൻ്റെ ചാർജർ. 3 പിന്നിൽ നമുക്ക് കുത്തിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ എന്താ ഇത് ടൂൾ കിറ്റാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ പോവുക വിചാരിക്കുക. നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും കുറേ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് പോവാണ്. നമ്മളപ്പോൾ കുറേ കാലത്ത് ഇങ്ങനെ ഓണാക്കിയിട്ടാൽ എന്തായാലും ബാറ്ററി ചോർന്ന് പോകും. അപ്പോൾ നമ്മൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതാ ഈ സാധനം ഇങ്ങനെ ഓഫാക്കിയിട്ടാൽ പിന്നെ ഇത് നമ്മൾ എത്രയൊക്കെ ഓണാക്കിയാലും ഇത് ഓണാവില്ല. കണ്ടോ, ഇത് ഓണാവില്ല. പിന്നെ കണ്ടോ, ഓണാവില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം. പിന്നെ ഞാൻ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. നല്ല ഇതുണ്ട് കേട്ടോ. ഇതാ ഹസാർഡ് ലൈറ്റ് ഇട്ടുണ്ട്. അടിപൊളിയായില്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടത്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് പിടിച്ചുള്ള ഇത് കാണിച്ചു തരാം. അതുപോലെ എന്താ ഹെഡ്ലൈറ്റ് കാണിച്ചു തരാം. വാ ഇങ്ങോട്ട് വാ. ഇവിടെയാണ് ഇതിൻ്റെ അപ്പോൾ ഒരു സാധാരണ ലൈറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വെക്കാൻ ഒന്നുകൂടി നല്ല പ്രകാശത്തിൽ വന്നു. ഈ ഡിമ്മും ബ്രൈറ്റും ആണിത്. അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിൽ. പിന്നെ ഇതിന് ഒറ്റ ചാർജിൽ നമുക്ക് 80 കിലോമീറ്റർ പോവാം. പിന്നെ ഇതിന് നമുക്ക് സർവീസ് 3 വട്ടം ഫ്രീ സർവീസാണ്. ഇപ്പോൾ ചെയ്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം അടിപൊളി വണ്ടിയല്ലേ? എങ്ങനെയുണ്ട്? ഗ്ലോബിൻ്റെ ജോയി ബൈക്കാണ് കേട്ടത്. എടാ വണ്ടി താവണടാ. ഒന്നാമത്തെ മോഡിലിട്ടിട്ടോ ഒത്തിരി സ്പീഡിൽ കയറിയത്. അത്യാവശ്യം നല്ല കയറ്റുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഒരു സ്പീഡിലാണ് കേട്ടോ ഇട്ടുണ്ടായിരുന്നത് ഒരു മോഡിൽ. അപ്പോൾ 3 മോഡിലൊക്കെ ഇട്ട എന്താ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് കേട്ടോ. അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പൊളിയായിട്ടോ. അപ്പോൾ ഗൈസ് നോക്കൂ, നമ്മളിതാ ടെസ്റ്റ് ഡ്രൈവൊക്കെ കഴിഞ്ഞു വന്നു. നമ്മളിപ്പോൾ കയറ്റും അതേപോലെ ചെളിയൊക്കെ ഒന്ന് കയറ്റി വണ്ടി ഓടിച്ചു. നല്ല പക്കയായിട്ട് വണ്ടി കയറിനിട്ട് ഇതിൽ 2 ആൾക്കാണ് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുക. 3 ആൾക്ക് ഇരിക്കാം, എന്നാലും നന്നായി കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നത് 2 ആൾക്കാണ്. നല്ല പൊളി വണ്ടി. ഗ്ലോബിൻ്റെ ജോയി ബൈക്ക് എന്നാണ് വണ്ടിയുടെ പേര്. നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പോൾ ഗൈസ് നോക്കൂ, ഈ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.